Hello, welcome to anooptube. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് C++ലുള്ള പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്താണ് വിർച്വൽ ഫംഗ്ഷൻസ്, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്, ഓക്കെ, അതിനെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, ബട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ. ഓക്കെ, നമുക്കൊരു വിർച്വൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നമുക്കറിയാം, പക്ഷേ എങ്ങനെയാണ് നമ്മളൊരു പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ആദ്യം നമുക്ക് മനസ്സിലാക്കണം എന്താണ് സംഭവം എന്ന് ഫസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്തിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിമ്പിളി നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ നോക്കിയത് ഷേപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഷേപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഷേപ്പിന് നമ്മൾ ഒബ്ജക്ട്സ് ഒന്നും എന്തുവഴിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഷേപ്പിന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാറില്ല അല്ലെ ബേസിക്കലി. പക്ഷെ അതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാക്കണ്ട, അതൊരു ടെംപ്ലേറ്റ് ആണ്. ബേസിക്കലി ഒരു ടെംപ്ലേറ്റ് പോലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക ബേസിക്കായിട്ടൊരു സ്ട്രക്ചർ മാത്രമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് എന്ന് പറയും. ഓക്കെ, അതായത് APIs, നമ്മൾ ഇന്റർഫേസസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ജാവയിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷേ C++ന്റെ കേസിൽ നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കീവേഡ്സ് ഒന്നും ഇല്ല. ഇന്റർഫേസ് എന്ന് പറഞ്ഞ കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെസിഫിക്കലി ഇന്റർഫേസസ് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിർച്വൽ ഫംഗ്ഷന് ബോഡി ഇല്ലെങ്കിൽ, ഡെഫിനിഷൻ ഇല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് വിർച്വൽ എന്ന് എഴുതണം. അതിനുശേഷം നമുക്ക് സിഗ്നേച്ചർ, എന്തായാലും ഫംഗ്ഷൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഡബിൾ ഗെറ്റ് ഏരിയ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ ഡബിൾ ഗെറ്റ് ഏരിയ എന്ന് എഴുതും. അതിനുശേഷം ഈക്വൽ ടു 0 എന്ന് എഴുതും. ഈക്വൽ ടു 0 എന്ന് എഴുതിയ ശേഷം നമ്മളൊരു സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ വിർച്വൽ കീവേഡ് എഴുതിയതിനു ശേഷം നമ്മളൊരു ഫംഗ്ഷൻ എഴുതി അതിനുശേഷം നമ്മൾ ഈക്വൽ ടു 0 എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ പ്യുവർ വിർച്വൽ ഫംഗ്ഷന് ഒരു ബോഡി ഉണ്ടാവില്ല, അതായത് അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവില്ല, ഓൺലി ഡിക്ലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിലെന്തായാലും ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കണം എന്നാണ് നമ്മുടെ C++ ഉള്ളത്. സോ നമ്മളൊരു പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് ഏതെങ്കിലും ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു ക്ലാസ്സിന് നമ്മൾ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് നമ്മൾ അസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് വരുന്ന വഴിയിൽ നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എന്താണ് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എഴുതിയിട്ട് അപ്പോൾ നമ്മൾ അതിനെ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിലും റീഡിഫൈൻ ചെയ്യേണ്ടി വരും. എപ്പോൾ മാത്രം ആ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നിടത്തോളം കാലം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിന് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നില്ല വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിന് നമ്മൾ അതിൻ്റെ ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, നമ്മൾ പ്യുവർ വിർച്വൽ ഫംഗ്ഷന് റീഡിഫിനിഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിക്ലറേഷൻ മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നുള്ളൂ, അതായത് ബേസ് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് ചെയ്യുക. പക്ഷേ അതിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സിന് നമ്മൾ ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ്റെ ഓവർ റൈഡഡ് ഫംഗ്ഷൻ നമ്മൾ എഴുതണം. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ വിർച്വൽ ഫംഗ്ഷൻസ്, അതായത് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. ഓക്കെ, ഷേപ്പിന് നമുക്ക് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്ന അതേ ഫംഗ്ഷൻസ് ആണ് നമ്മൾ അതിനെ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്കതിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളതിനെ മാറ്റി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം കോഡ് തന്നെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ നമുക്ക് ഓൾറെഡി ഷേപ്പ് ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് ഓൾറെഡി അറിയാം. നമ്മൾ സർക്കിളൊന്നും പ്രാവശ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, റെക്റ്റാങ്കിൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് 3 വിർച്വൽ ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ. ഒന്ന് ഗെറ്റ് ഏരിയ എന്ന് പറഞ്ഞ വിർച്വൽ ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് പെരിമീറ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് നെയിം എന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് എന്തെന്ന് വെച്ചാൽ ഷേപ്പിന് നമുക്ക് ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷൻസിനെല്ലാം നമുക്ക് പ്യൂർ വിർച്വൽ ഫംഗ്ഷൻസ് ആക്കി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഗെറ്റ് ഏരിയനെ നമ്മൾ എന്ത് ചെയ്ത് പ്യൂർ വിർച്വൽ ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് പ്യൂർ വിർച്വൽ ഫംഗ്ഷനായി. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഗെറ്റ് പെരിമീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം പ്യൂർ വിർച്വൽ ഫംഗ്ഷൻ ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെറ്റ് നെയിമിനെ നമുക്ക് പ്യൂർ വിർച്വൽ ഫംഗ്ഷൻ ആക്കി എഴുതാൻ പറ്റും. ഒരു കുഴപ്പമില്ല. ഓക്കെ, പ്യൂർ വിർച്വൽ ഫംഗ്ഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് എന്ന് പറയുന്നത് ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഇന്റർഫേസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിക്ലറേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡെഫിനിഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അത് ബേസിക്കലി അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കതിൻ്റെ ഡിക്ലറേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡെഫിനിഷൻസ് നമുക്ക് ഒന്നും അറിയണ്ടാവില്ല. നമ്മൾ ഡെഫിനിഷൻസ് എല്ലാം എഴുതുന്നത് അതിനെ ഇൻഹെറിറ്റഡ് ക്ലാസ്സുകളായിരിക്കും നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻസ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതിയിട്ടുണ്ട്, ക്ലാസ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു റെക്റ്റാങ്കിൾ ക്ലാസ് ഷേപ്പിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഗെറ്റ് ഏരിയയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, പ്യൂർ വിർച്വൽ ഫംഗ്ഷനാണ്, അതിനൊരു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെല്ലാം കമൻറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, ഇതിനെല്ലാം കമൻറ്റ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോകണം. അതായത് റെക്റ്റാങ്കിളിൽ ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോകണം. റെക്റ്റാങ്കിൾ R1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. 10,5 എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോവാണ് വിചാരിക്കുക. ഓക്കെ, അതിനുശേഷം ഞാനതിനൊന്ന് കമ്പൈൽ ചെയ്യാൻ പോകണം. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇതിന് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്യാൻ പോവാണ് G++. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, എറർ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതിന് കാണാൻ പറ്റും, കനോട്ട് ഡിക്ലെയർ എ വേരിയബിൾ R1 എന്താണ്, ടു ബി ഓഫ് അബ്സ്ട്രാക്ട് ടൈപ്പ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു അബ്സ്ട്രാക്ട് ടൈപ്പ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഷേപ്പ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്യൂർ വിർച്വൽ ഫംഗ്ഷൻസ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും പ്യൂർ വിത്തിൻ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട്. അതായത് ബിക്കോസ് ദ ഫോളോയിങ് വിർച്വൽ ഫംഗ്ഷൻസ് ആർ പ്യൂർ വിത്തിൻ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് കുറച്ച് ഫംഗ്ഷൻസ് പ്യൂർ വിർച്വൽ ഫംഗ്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഒരു ബോഡി നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഫംഗ്ഷൻസ് നടക്കാൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പൈലർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ബോഡി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു പ്യൂർ വിർച്വൽ ഫംഗ്ഷൻ ഉള്ള ക്ലാസ്സിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ റീഡിഫൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. എപ്പോൾ മാത്രം, അതിന് ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്നിടത്തോളം കാലം. നമ്മൾ ഈ റെക്റ്റാങ്കിളിന് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്കതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് നെക്സ്റ്റ് എക്സാമ്പിൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ അൺകമൻറ്റ് ചെയ്യണം. അൺകമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം പോകും. ഓക്കെ, അതിനുശേഷം ഞാനിതിനെ വീണ്ടും കമ്പൈൽ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രശ്നമേ ഇല്ല. ഓക്കെ, ./i.out വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് 50 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ സംഭവം വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി ഒരു പ്യൂർ വിർച്വൽ ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നു എന്താണ് പ്യൂർ വിർച്വൽ ഫംഗ്ഷൻസ് എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ ഏതൊക്കെ ക്ലാസ്സസ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിനെ നമ്മൾ വേറെ ആരെങ്കിലും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റീഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കാൻ പോകുന്നത്, സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്റ്റാങ്കിളിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറിന് റെക്റ്റാങ്കിളിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. ഓക്കെ, അതായത് എല്ലാ സ്ക്വയേഴ്സും റെക്റ്റാങ്കിൾ ആണെന്നാണ് പറയാറ് അല്ലേ. ഓക്കെ, സോ ക്ലാസ് സ്ക്വയർ ഇൻഹെറിറ്റിംഗ് ഫ്രം റെക്റ്റാങ്കിളിൽ നിന്ന് ഞാൻ ഇൻഹെറിറ്റ് ചെയ്യാണ്. അതിനുശേഷം പബ്ലിക്. ഓക്കെ, പബ്ലിക് എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ കൊടുക്കുന്നത് സ്ക്വയർ എന്ന് കൊടുത്തു. സ്ക്വയറിന് എന്താ ഉണ്ടാവുക, സൈഡല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നതിനകത്ത് റെക്റ്റാങ്കിളിനകത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് അതിന് ചൈൽഡ് ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്റ്റഡ് ആക്കി. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രശ്നം കൂടെ വരാൻ ചാൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ക്ലാസ്സിന് നമ്മൾ ഡിഫോൾട്ടായിട്ട് ഒരു കൺസ്ട്രക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു ചെറിയ പ്രശ്നം വരും. കാരണം നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം, നമുക്ക് ചെറിയൊരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി തന്നതിന് ശേഷം ഞാൻ അതിനെ റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതായത് നോ മാച്ചിങ് ഫംഗ്ഷൻ ടു കോൾ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിന് നമുക്കൊരു മാച്ചിങ് ഫംഗ്ഷൻ ഇല്ല, അതായത് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ടർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, സിമ്പിളി ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ എന്ന് എഴുതിയിട്ട് ഞാനൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടാക്കണം കേട്ടോ. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൽ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് ആൻഡ് വിഡ്ത്ത് ഈക്വൽ ടു 0 0 എന്ന് സെറ്റ് ചെയ്തു. ഓക്കെ,
ആൻഡ് 0.0. ഓക്കെ, ലെങ്ത് ആൻഡ് വിഡ്ത്ത് 0.0 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എറർ പോകും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സിംപ്ലി കമ്പൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എറർ പോകും. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത്തിന് ഈക്വൾ ടു ഇതിന് നമുക്ക് റെക്ടാങ്കിളിനകത്തുള്ള ലെങ്ത് നമുക്ക് ആക്സ് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ലെങ്ത് ഈക്വൾ ടു സൈഡ് എന്ന് കൊടുത്തു ആൻഡ് വിഡ്ത്ത് ഈക്വൾ ടു സൈഡ് എന്ന് കൊടുത്തു, കാരണം രണ്ടും സൈഡ് തന്നെയാണ് അല്ലേ, സെയിം ആണല്ലോ. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡ് എന്ന് കൊടുത്തു, സൈഡായിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഓൾറെഡി റെക്ടാങ്കിളിനകത്ത് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, പക്ഷേ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് നെയിമിനകത്ത് നമ്മൾ റെക്ടാങ്കിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ സ്ക്വയറിനകത്ത് എന്താ വേണ്ടത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെറ്റ് നെയിം എന്താ വേണ്ടത്, സ്ക്വയർ എന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും എന്ത് ചെയ്യണം, ഓവർ റൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ വീണ്ടും നമ്മൾ റീഡിഫൈൻ ചെയ്തു, അതിനുശേഷം സ്ക്വയർ എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗെറ്റ് നെയിം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ റെക്ടാങ്കിൾ, അപ്പോൾ അതിന് നമുക്ക് ഗെറ്റ് നെയിം കറക്റ്റായിട്ട് കിട്ടും, സ്ക്വയർ നമുക്ക് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്ക്വയറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. സ്ക്വയർ എസ് ഓഫ് 100 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി. അതിനുശേഷം stdc ഔട്ട് ഓഫ് എസ് ഡോട്ട് ഗെറ്റ് ഏരിയ വിളിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എസ് ഡോട്ട് ഗെറ്റ് നെയിം എന്ന് വിളിച്ച് സാധനം വിളിച്ചു, എസ് ഡോട്ട് ഗെറ്റ് നെയിം ഞാൻ വിളിച്ചു. ഓക്കെ, അപ്പോൾ എസ് ഡോട്ട് ഗെറ്റ് നെയിം വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ 10,000 സ്ക്വയർ എന്നുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്യൂർ വിർച്വൽ ഫംഗ്ഷൻസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ നമ്മൾ അതിനെ ഓവർ റൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതിന് മാത്രമേ നമുക്ക് ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഒരിക്കലും ഒരു പ്യൂർ വിർച്വൽ ഫംഗ്ഷനുള്ള ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ കൺസെപ്റ്റ് എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് പ്യൂർ വിർച്വൽ ഫംഗ്ഷൻ, നമ്മൾ എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റേഴ്സിൻ്റെ കൺസെപ്റ്റിലാണ് നമ്മൾ ഈ പ്യൂർ വിർച്വൽ ഫംഗ്ഷൻസിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയായിരുന്നു, നമ്മൾ ഡ്രോ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫംഗ്ഷനകത്തോട്ട് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റർ ആയിരുന്നു പാസ് ചെയ്തിരുന്നുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, പോയിന്റേഴ്സ് ആയിരുന്നു നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയിന്ററിനകത്ത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഏത് പോയിന്റർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോ ചെയ്ത് കിട്ടുമായിരുന്നു. നമുക്ക് ഏത് ഷേപ്പാണോ അല്ലെങ്കിൽ ഏത് ടൈപ്പാണോ നമ്മൾ നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡ്രോ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്യൂർ വിർച്വൽ ഫംഗ്ഷനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബേസിക്കലി ഒരു ടെംപ്ലേറ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിനെ റീഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് കുറേ ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടൊരു കൺസെപ്റ്റാണ് നമ്മുടെ C++ ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്യൂർ വിർച്വൽ ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കും. ഓക്കെ, ബൈ.